സാർ ഒരു ക്ലിപ്പിംഗ് കണ്ടിട്ടുണ്ടാവും. സ്മൃതി പരുത്തിക്കാടും അരുണും കൂടിയുള്ള ഡിബേറ്റ് ആണ്. ആൻഡോ അപ്പുറത്തിരിക്കുന്നുണ്ട്, അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പോകുന്നത്. എന്നാ പിന്നെ അങ്ങ് ഉണ്ടാക്ക് എന്നാണ് ആ പറഞ്ഞത്. സത്യത്തിൽ എല്ലാവരും സംസാരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു പൊതുവിടത്തിൽ, അതായത് ഒരു ന്യൂസ് ചാനൽ വന്നിരുന്ന് ഡിബേറ്റ് നടത്തുമ്പോൾ ഇത് പറയാമോ, ഇതാണോ സ്മൃതിയുടെ സംസ്കാരം, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ സ്മൃതി മുഖ്യമന്ത്രിയെ എന്താ പറയാ പ്രതിരോധിക്കാനായിട്ട് ഒരുപാട് പെടാപ്പാട് പെടുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. തിരിച്ച് അരുൺ നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ചർച്ചകളിൽ മുഴുവനും നമ്മൾ സംസാരിച്ചത് എവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ഒരു തെറ്റ് പറ്റിയത് എന്നുള്ളത് കൂടിയായിരുന്നു. സാറിന് എന്താണ് തോന്നുന്നത്? സ്മൃതി പറഞ്ഞ വാക്ക് അത് അപ്പൊ ഉപയോഗിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, ഒന്നാമത്തെ കാര്യം ഇപ്പൊ വളരെ സത്യസന്ധമായും കൂടി പറഞ്ഞാൽ സ്മൃതി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പൊ സ്മൃതി പരുത്തിക്കാട് പലപ്പോഴും പുള്ളിക്കാരി ഒരു തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പിടിവിട്ട് പോകാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പണ്ടൊരു ചർച്ചയുണ്ട്, പ്രജിതയൊക്കെ കണ്ടിട്ട് ഓർമ്മ ഉണ്ടാവില്ല. അതായത് 3 പേര് ലാസ്റ്റ് സ്മൃതിയാണ് ആങ്കർ, ലാസ്റ്റ് 3 പേര് കൂടിയിട്ട് സ്മൃതിക്കെതിരെ കുറ്റം പറയും. അത് ശരി, ഇപ്പൊ എല്ലാവരും കൂടി എന്റെ പുറത്തേക്കായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് അത്തരത്തിൽ പിടിവിട്ട് പോയ പല ചർച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ സ്മൃതിയുടെ പല ചർച്ചകൾക്കും അത് പോകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്മൃതിക്ക് അത് പലപ്പോഴും വളരെ കൃത്യമായി സ്വന്തം വാദം അങ്ങനെ സമർത്ഥിക്കാൻ കഴിയാറില്ല. അപ്പൊ അത് ഇന്നലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്മൃതിയുടെ ഭാഗം തന്നെ വളരെ ദുർബലമാണ്. കാരണം എന്താണ്? കാരണം ബി.ഡി. സതീശൻ ചെയ്തു വെച്ചേക്കണത് ശരിയല്ല. അത് സ്മൃതിക്കുള്ളിനുള്ളിൽ അറിയായിരിക്കും. കാരണം വെച്ചാൽ സ്മൃതി ലാസ്റ്റ് പറയുന്ന ഒരു വാചകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാരണം ഈ വിവാദം ഔചിത്യക്കുറവാണെന്ന് പറയണം. അതായത് ഭക്ഷണം കഴിച്ചതിനൊക്കെ വിവാദം ഉണ്ടാക്കല്ലേ, യഥാർത്ഥത്തിൽ മര്യാദക്ക് പുള്ളി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയണം. ശരിക്കും സ്മൃതി ജെനുവിനായിട്ടാണ് പറയണ. കാരണം ഇപ്പൊ മാധു ഒരു ഇന്റർവ്യൂവില് കൊടുത്തപ്പോ തന്നെ മാധു പറയുന്നുണ്ട്, സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുമ്പോ എന്താണെന്ന് ചോദിക്കുമ്പോൾ ജെനുവിൻ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് ദേഷ്യം വന്നാലും സ്നേഹം വന്നാലും ഒക്കെ ജെനുവിൻ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മാധു അരുൺകുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ ആഴത്തിൽ പഠിക്കും എന്നുള്ളതാണ് പറയുന്നത്, ഓരോരുത്തരെ കുറിച്ച് ചോദിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ യഥാർത്ഥം ശരിയാണ്, ഇത് കൈവിട്ടു പോയൊരു കാര്യമാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്ക് ഏതാണ് പറഞ്ഞ യഥാർത്ഥ വാക്ക്. ഞാനിത് ക്ലിപ്പിങ്ങിലൂടെ കണ്ടതല്ല, ഞാൻ എത്ര രാത്രിയാണെങ്കിലും ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോഴാണ്, സ്മൃതി ആണെങ്കിൽ ഒരാഴ്ചയോളം ഉണ്ടായില്ല, ശരിക്കും തൊണ്ടക്ക് വയ്യാതിരിക്കുകയാണ്, വളരെ ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കൂടെയാണ് സ്മൃതി ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ഇടക്ക് വെച്ച് തന്നെ എന്ത് ചെയ്തത്. സ്മൃതിയെ സംബന്ധിച്ചൊരു പ്രശ്നം കൂടിയുണ്ട്, ഇടക്ക് വെച്ച് പെട്ടെന്നൊന്ന് കട്ടായി പോയാൽ സ്മൃതിക്ക് പെട്ടെന്ന് അതിലേക്ക് പിന്നെ വരാനും പറ്റില്ല. അതായത് അവിടെ മുറിഞ്ഞു വേണ്ടെങ്കിൽ സ്മൃതി ഒരു ഒഴുക്കോടുകൂടി സംസാരിക്കാനും മുറിഞ്ഞു വേണ്ടെങ്കിൽ വരാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് പറ്റിയൊരു കാര്യമാണ്. പിന്നെ സ്മൃതിയുടെ വാദം തന്നെ വളരെ ദുർബലമാണ്. കാരണം സ്മൃതി പറയുന്നത് ആകെ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ചെയ്തത് മാത്രമാണ് ഒരു ഔചിത്യക്കുറവുണ്ടായത്, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലെന്നാണ് പറയണ. അത് പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നമ്മളിപ്പോ പറയില്ല, ഒരു അഡ്വാൻറ്റേജ് ഓഫ് ടോപ്പിക് എന്ന് പറയും. ആ അഡ്വാൻറ്റേജ് ഓഫ് ടോപ്പിക് 110% ഇപ്പുറത്താണ് ആർക്ക്, ഈ അരുണും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അരുണിനേക്കാൾ വാശിയോടുകൂടി കൊല്ലാന്നത് നമ്മുടെ ആൻഡോ അഗസ്റ്റിനാണ്. അപ്പൊ ആൻഡോ അഗസ്റ്റിനാണ് കൊല്ലാതെ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. കാരണം ടോപ്പിക്കിന്റെ ഡിസഡ്വാൻറ്റേജ് വലിയ തോതിലുണ്ട്. കാരണം ഈ ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ സ്മൃതി പരിങ്ങല്ലാവും അറിയാം. സ്മൃതിയാണെങ്കിൽ ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ് വന്ന് കയറിയത് തന്നെ ഈ ടോപ്പിക്കിനേക്കാണ്. അപ്പൊ സ്മൃതിക്ക് അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സ്മൃതി അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പലപ്പോഴും സ്മൃതി ഈ പറയുന്ന ചില കാര്യങ്ങളിൽ സ്മൃതി ഓവറായിട്ട് എടുക്കും. ഇപ്പൊ കള്ളം പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്മൃതിക്ക് ഇഷ്ടപ്പെടില്ല. കള്ളം എന്ന് പറയുന്നത് ഒരു അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കൊന്നും അല്ല. പക്ഷെ മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്ന് കേട്ടാൽ തന്നെ സ്മൃതിക്ക് എന്ത് ചെയ്യും, വലിയ പ്രശ്നം തോന്നും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകും. ഒരു തവണ എന്താണ് ഉത്തരം പറയുന്നത് മതി അരുണിങ്ങനെ കാണിച്ചപ്പോ തന്നെ ഇപ്പൊ സ്മൃതി എന്ത് ചെയ്തായിരുന്നു, ചാടി എണീറ്റ് ഞാൻ പോണേണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതില് കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടാ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഷോ ഒന്ന് കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അത് കയറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊന്നും ഇവർ തമ്മിൽ ചെയ്യും. അതിലൊന്നും തെറ്റൊന്നുമില്ല.
പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നുള്ളത്. കാരണം നിങ്ങൾ പിടിവിട്ട് പോയതാണ് പിടിവിട്ട് പോയതാണ് സത്യത്തില്. ഇത്. കാരണം ഒന്നാമത്തെ വയ്യാതിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നുള്ളൂ. അത് പറയാൻ പാടില്ലാത്തതാണ്. കാരണം കാരണം അപ്പൊ തന്നെ അരുൺ പറയുന്നുണ്ട്, ഒരു മാന്യമായ ഡിബേറ്റിൽ ഉപയോഗിക്കേണ്ട ഭാഷയല്ല ഇത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ സ്മൃതി ആയതുകൊണ്ട് അരുൺ ക്ഷമിച്ചു. അതേസമയം അരുണക്കാരാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ സ്മൃതി എഴുന്നേറ്റ് പോയി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ സ്മൃതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു തവണ ഇങ്ങനെ വിളിച്ചെന്താന്നൊക്കെ വെക്കണം. സ്മൃതി പലപ്പോഴും ഇതൊക്കെ ഓവറായിട്ട് എടുക്കുകയാണ്. ഇപ്പൊ ഒരാൾ വെറുതെ ഇങ്ങനെ കാണിച്ചു അതിന് വേറെന്തോ അർത്ഥം ഉണ്ടാവും എന്നൊക്കെ ചില പിള്ളേരൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ പറയണം. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രശ്നം വി ഡി സതീശനാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സാറേ, കൃത്യമായി ഇതില് ചെയ്യുന്നില്ല. പിന്നെ സ്മൃതി പിന്തുടർന്നിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് ഇടക്കാലം വെച്ച് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് സ്മൃതി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്മൃതിക്ക് അവിടെ ഒരു പ്രതിരോധിക്കാനുള്ള സാധനം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. അപ്പൊ ഇപ്പുറത്തെ അതേ പണ്ട് പിന്തുടർന്ന രാഷ്ട്രീയത്തിനെ പിന്തുണയ്ക്കുകയാണ് അരുൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലേറെ വീറോടുകൂടി ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാനാണ് സ്മൃതി ശ്രമിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ മുഴുവനും പരക്കുകയാണ്. അല്ല, അത് ആ ഷോയുടെ ഒരു ഫോർമാറ്റ് അങ്ങനെ തന്നെയാണ്. കാരണം ഒരാൾ ഇങ്ങനെ അപ്പുറത്ത് ചെയ്യണമെന്നാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ സ്മൃതിയുടെ ഉള്ളിലും ആ ഡെലിമയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്മൃതി ബേസിക്കലി ഒരു ലെഫ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ ലെഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സിദ്ധാർത്ഥ സാറിന്റെ മകളാണ്. അപ്പൊ ദേശാഭിമാനിയിലൊക്കെ വന്ന് കളിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. ആദ്യം കൈരളിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന, ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഇത് തുടങ്ങുന്നത് പിണറായി വരുമ്പോൾ മാത്രമല്ല, എൻ വിജയനുമായിട്ടുള്ള ഒരു അകൽച്ചയുണ്ട് പാർട്ടിക്ക്. ഈ എൻ വിജയന്റെ വളരെ അടുത്തൊരാളായിരുന്നു ഈ സിദ്ധാർത്ഥ സാർ എന്ന് പറഞ്ഞാൽ സ്മൃതി പരുത്തിക്കാരൻ്റെ അച്ഛൻ. അപ്പൊ അവര് തമ്മിൽ കുടുംബപരമായിട്ട് തന്നെ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ഇപ്പൊ സ്മൃതി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അപ്പുക്കുട്ടൻ പള്ളിക്കുന്നിന്റെ വീട്ടിൽ വരികയും പരിചയപ്പെടുക. അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് പണ്ട് ഞാനൊക്കെ വായനശാലയുടെ പ്രോഗ്രാമിന് അദ്ദേഹത്തെ വിളിക്കുകയോ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അതായത് അന്ന് അസോസിയേറ്റ് എഡിറ്ററായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഈ ഈ ഇപ്പൊ പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇപ്പൊ KC ഉമേഷ് ബാബു, അതുപോലെ തന്നെ ജോസഫ് സി മാത്യു, ഇത്തരത്തിൽ ഈ പഴയ ബ്രോഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന നല്ല ഭംഗിയായി കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പൊ സത്യം പറഞ്ഞ മീഡിയയുടെ ഒപ്പമാണ്, സതീശ ക്യാമ്പിന് ഒപ്പമാണ്. അപ്പൊ ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് സ്മൃതി പരുത്തിക്കാട്. പക്ഷെ സ്മൃതിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഉള്ള പോലെ കുറച്ചുകൂടി പേഷ്യൻ്റായി, കുറച്ചുകൂടി ടോളറൻ്റായി, വളരെ ബുദ്ധിപരമായി അത് അവതരിപ്പിക്കാനുള്ള ലെവൽ സ്മൃതിക്ക് നഷ്ടപ്പെടുകയും പലപ്പോഴും കുറച്ചുകൂടി ഇമോഷണൽ ആയതെടുത്ത് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുകയും ചെയ്യും. അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ബാക്കിയുള്ള ആരും അനുഭവിക്കാത്തൊരു തലത്തിലൂടെയാണ് സ്മൃതി കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ജോസഫ് സി മാത്യു ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ ചർച്ചയിൽ ഒരു കുഴപ്പമില്ല. എന്താണെന്നറിയാമോ? വിനു ബി ജോണാണ് അവതാരകൻ, ജോസഫ് സി മാത്യു ആണ്, KC ഉമേഷ് ബാബു ആണ്, അഡ്വക്കേറ്റ് ജയശങ്കറാണ്, ശ്രീത് പണിക്കരാണ്. 5 പേരും അടപടലം പിണറായി വിജയൻ ചീത്ത പറഞ്ഞാവും. മനസ്സിലായി? അവിടെ വേറെ തർക്കമോ ബഹളമോ അങ്ങനെയുള്ള ആളുകളല്ലേ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യൂല, വിളിക്കൂല. പിന്നെ ഇവരാരും കൈരളി TV ചർച്ചയ്ക്കും പോകുന്നില്ല. അപ്പൊ ഏതാണ്ട് ഒത്തൊരുമിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. അങ്ങനെ അല്ലാത്തുള്ള ആകെ ചർച്ച നടക്കുന്നത് മാതൃഭൂമിയിൽ അഭിലാഷ് മോഹന്റെയോ അല്ലെങ്കിൽ ഇപ്പൊ 24 ന്യൂസിലോ അങ്ങനെ ഈ പറയുന്ന പോലെ കുറച്ച് ചാനലുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പക്ഷെ ഇവിടെ അതല്ല സിറ്റുവേഷൻ. ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന് അറിയാമോ? ഇവിടത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ സ്മൃതി അപ്പുറത്ത് ഒരാളുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഏതാണ്ട് മിഡിലിൽ നിൽക്കുന്ന, അതായത് അപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന തീവ്ര നിഷ്പക്ഷ നിലപാടുമായിട്ട് നമ്മുടെ ബാദു സഞ്ജി നിൽക്കുന്നു. പക്ഷെ അപ്പുറത്ത് രണ്ടുപേരും നിൽക്കുന്നത് എന്താണ്? അവര് ഇത് അടിച്ച് തകർത്തേക്കാന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് ഒന്ന്. രണ്ടാമത്തത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അടിച്ച് തകർത്തേക്കാന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് വളരെ ആഴത്തിൽ ഒരു കാര്യം പഠിച്ച് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ് അരുൺകുമാർ. പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ സ്മൃതിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായില്ല. എന്താണെന്നറിയാമോ? അവിടെ സുജയ പാർവതി ഉണ്ടായിരുന്നു. അപ്പൊ സുജയമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എന്ത് ചെയ്യായിരുന്നു, കോംപ്രമൈസ് ചെയ്തു. അല്ല, സുജയനെ തകർക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ സുജയായിട്ട് എന്ത് ചെയ്യായിരുന്നു, ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ സുജയും ഇവരൊക്കെ എന്ന് വെച്ചാൽ സ്മൃതിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്മൃതി കുറച്ചുകൂടി ഇമോഷണലി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ ഇമോഷൻ കൂടി വരുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ സ്മൃതിയെ സംബന്ധിച്ച് പെട്ടെന്ന് ഈ സാധനങ്ങൾ പോയിന്റുകളൊക്കെ പലപ്പോഴും കൈവിട്ട് പോവുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ലെന്നേ, അവര് തമ്മിലല്ലേ. അപ്പൊ അത് നമ്മൾ കാണുന്ന നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളു. ശരിക്കും പറഞ്ഞാൽ അരുണിനോട് മറ്റേ എനിക്ക് എന്തെങ്കിലും ഓർമ്മ പോകുന്നത് മറ്റേ സീനാണ്. അതായത് മമ്മൂട്ടിയോട് ഈ മ്യൂസിക് ശരിയായില്ല,
മറ്റേ താനന തനന തന തനന എന്ന് പറഞ്ഞു മറ്റേ പുള്ളി മ്യൂസിക് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ കുഞ്ചൻ ഇരുന്നിട്ട് എന്ത് ചെയ്യും മ്യൂസിക് ഉണ്ടാക്കുകയും കുറച്ചു നേരം കഴിയുമ്പോൾ അഴകിയരാവണല്ലേ അന്ന് ഇന്ന് താൻ തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ജീവനേൽപ്പിച്ചിട്ട് പോയി ചെയ്യൽ. അപ്പൊ അതായിട്ട് കരുതിയാൽ മതി. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലെഫ്റ്റ് ഹാൻഡിലുകളൊക്കെ സ്മൃതിയെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് അവരെ കളിയാക്കുന്നതിനോ അവരെ ട്രോളുന്നതിനോ ആ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഒരു പരിധിക്കും അപ്പുറത്തേക്ക് ഉള്ള അറ്റാക്ക് പലപ്പോഴും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്മൃതിക്കും നിഷ പുരുഷോത്തമനും പല ആളുകൾക്കൊക്കെ തന്നെ. ആ അറ്റാക്കിലേക്കൊന്നും പോകരുത്. നമുക്ക് വസ്തുതാപരമായി കൃത്യമായിട്ട് അവർ എതിർത്തുകൊണ്ട് വീഡിയോകൾ ഉം. ചെയ്യാം. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ താങ്കളിപ്പോൾ പറഞ്ഞ് ഞെട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്മൃതി ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് വേറൊരു പുള്ളിയെടുത്ത് വീഡിയോ ചെയ്ത് അതുപോലെ തലവേദനയുണ്ട്. കാരണം പുള്ളി കുറച്ചുകൂടി കടത്തി പറഞ്ഞു. പറഞ്ഞായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെ. അപ്പൊ അത് എനിക്ക് വിഷമമുണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ തർക്കിക്കുന്നതിന് കുഴപ്പമില്ല, എതിരഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല. പറഞ്ഞതും വളരെ മോശപ്പെട്ട വാക്കൊന്നുമല്ല. അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞത് സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള ഒരു ഓവർ മറ്റേ നമ്മൾ ഭയങ്കര മര്യാദക്ക് സംസാരിക്കുന്നവരാണെന്നുള്ള നാട്യമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ കെ സുധാകരൻ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞ വാക്കുപോലെ ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ സത്യം പറയണമെങ്കിൽ സ്മൃതിക്ക് പറ്റിപ്പോയ കാര്യം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ വയ്യാതിരിക്കുകയാണ്. തൊണ്ട ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ശരിയായിട്ടില്ല, ചുമ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് എന്തുള്ളത്, രൂക്ഷമായിട്ടുള്ള മിസൈൽ ആക്രമണവും കൂടി ഈ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാവും.